നമസ്കാരം. 2001 ഡിസംബർ 23 ബീഹാറിലെ നവാഡ ജയിലിന് നേരെ ഒരു ടാറ്റയുടെ 407 വാഹനം അങ്ങനെ സാവധാനം വരികയാണ്. ആ വാഹനം ജയിലിന് ഏകദേശം 3 കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ ആ വാഹനത്തിന്റെ ഏറ്റവും മുൻപിലിരിക്കുന്ന ആള് അയാളുടെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. സമയം 9 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. അയാൾ ഉടൻ ഡ്രൈവറോട് പറഞ്ഞു, ഏയ് ഒന്ന് പതുക്കെ പോയാ മതി. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ തിരിഞ്ഞ് ട്രക്കിനകത്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, ഏയ് എല്ലാവരും പണിയായുധങ്ങളൊക്കെ ഒന്ന് നോക്ക്. അവർ ജയിലിൽ ഒരു പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ പണിക്ക് ആവശ്യമായ പണിയായുധങ്ങളാണ് അവിടെ കൈവശം ഇരിക്കുന്നത്. പണിയായുധങ്ങൾ നോക്കാനായി അയാൾ പറഞ്ഞതും ആ ട്രക്കിനകത്തിരിക്കുന്ന ആളുകൾ അവരുടെ കയ്യിലെ ആ പണിയായുധങ്ങൾ ഒന്ന് എടുത്ത് ഒന്നുകൂടെ പരിശോധിക്കുകയാണ്. ആ പണിയായുധങ്ങളെല്ലാം AK-47 തോക്കുകളാണ്. AK-47 തോക്ക് ശരിക്കൊരു അടിപൊളി സംവിധാനമാണ്. 1 മിനിറ്റ് കൊണ്ട് 100 റൗണ്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു സബ് മെഷീൻ ഗൺ തന്നെയാണ് ഈ AK-47. ആ തോക്കിന്നുള്ള ഉണ്ട ഒരാളുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ പോലും ആ ഉണ്ടയുടെ കവചം അങ്ങനെ പൊളിയത്തില്ല. മറ്റു തോക്കുകളും AK-47 എന്നുള്ള പ്രധാന വ്യത്യാസം അവിടെയാണ്. അതുകൊണ്ടാണ് ഗാങ്സ്റ്റേഴ്സ് AK-47 ശരിക്കും പിന്തുണയ്ക്കുന്നത്. ഈ AK-47 തോക്കുകളുമായി ഒരു കൂട്ടം ആളുകൾ നവാഡ ജയിലിന് നേരെ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ജയിലിനകത്ത് പല സംഭവങ്ങളും നടക്കുകയാണ്. നവാഡ ജയിൽ സാധാരണ മറ്റു ജയിലുകൾ പോലെ തന്നെ ശരിക്കും സെക്യൂരിറ്റി ഉണ്ടാകേണ്ട ഒരു ജയിലാണ്. സാധാരണ പോലീസുകാരല്ല ജയിലിൽ സെക്യൂരിറ്റി കൊടുക്കുന്നത്. ജയിലിന് പ്രത്യേക സെക്യൂരിറ്റി ഫോഴ്സാണ്. നവാഡ ജയിലിൽ സാധാരണഗതിയിൽ 10 ജീവനക്കാരെ കാണുക. അതിൽ പകുതി ആളുകൾ ആയുധധാരികളും പകുതി ആളുകൾ ആയുധമില്ലാതെ ജയിലിനകത്തേക്ക് പോകുന്നവരുമാണ്. ജയിലിനകത്തേക്ക് ആര് കടന്നു ചെല്ലുമ്പോഴും അവരുടെ കയ്യിലെ ആയുധം അവർ സൂപ്രണ്ടിന്റെ റൂമിൽ ഏൽപ്പിച്ചിട്ടേ പോകാൻ പറ്റൂ. ജയിലിനകത്തേക്ക് ചെല്ലുന്ന ആള് ആ ജില്ലയുടെ ഭരണാധികാരിയായ പോലീസ് സൂപ്രണ്ട് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സർവീസ് റിവോൾവർ ജയിൽ സൂപ്രണ്ടിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് അകത്തേക്ക് ചെല്ലുന്നത്. അതിനൊരു കാരണമുണ്ട്. അകത്ത് ഒരുപാട് ജയിൽ പുള്ളികൾ ഉണ്ടാവും. ആ ജയിൽ പുള്ളികളൊക്കെ ശാരീരികമായി ശരിക്കും ശക്തിയുള്ളവരുമാകും. ആയുധം ധരിച്ച് ഏതെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥൻ അകത്ത് ചെല്ലുമ്പോൾ അകത്തുള്ള ജയിൽ പുള്ളികളെല്ലാം കൂടി അയാളെ കീഴടക്കിയാൽ അവർക്ക് വളരെ പൊട്ടന്റ് ആയിട്ടുള്ള ഒരു ആയുധമാണ് കൈ കിട്ടുന്നത്. അത് അപകടകരമാണ്. അതുകൊണ്ടാണ് ജയിലിനകത്തേക്ക് ആയുധവുമായി ഒരു ജയിൽ ഉദ്യോഗസ്ഥനും പോകാൻ മടിക്കുന്നത്, അല്ലെങ്കിൽ പോകാൻ അനുവാദമില്ലാത്തത്. ഈ കഥ നടക്കുന്ന സമയത്ത് നവാഡ ജയിലിൽ അതിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ആളുകളുണ്ട്. ഏകദേശം 1100 തടവുകാരാണ് ഈ ഡിസംബർ 23 നവാഡ ജയിലിൽ ഉണ്ടായിരുന്നത്. നവാഡ ജയിലിലേക്ക് ആദ്യമായി എത്തുന്ന ഒരു തടവുകാരൻ ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ശരിക്കും ബുദ്ധിമുട്ടി പോകും. ആ ജയിലിലെ കോമൺ ലാട്രിനും ബാത്റൂമും ഒക്കെ സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്താണ് അന്ന് കിച്ചൺ ഉണ്ടായിരുന്നത്. അടുക്കളയിൽ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുമ്പോൾ പൊട്ടി ഒലിച്ചു കിടക്കുന്ന ലാട്രിൻ എന്നുള്ള ഗന്ധം കിച്ചണകത്തേക്ക് വരും. ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന ആളുകളുടെ മൂക്കിലേക്ക് ആ രൂക്ഷഗന്ധം അടിച്ചു കയറും. ആദ്യമായിട്ട് ജയിലിനകത്തേക്ക് വരുന്ന ഒരാൾ ആ നിമിഷത്തിൽ തന്നെ അറിയാതെ ഛർദ്ദിച്ചു പോകും. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ ആഹാരം കഴിക്കേണ്ടത് അയാളുടെ ആവശ്യമായി മാറുമ്പോൾ ആ ഗന്ധം അയാൾ അറിയ പോലുമില്ല എന്നാണ് സത്യം. ഈ കഥ നടക്കുന്ന 2001 ഡിസംബറിൽ അവിടുത്തെ ലാട്രിനൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. ജയിലിനുള്ളിൽ എല്ലാ ദിവസവും സൂപ്രണ്ട് 2 തവണ പരിശോധനയ്ക്കെത്തും. രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും. ഈ സമയത്താണ് വിചാരണ തടവുകാരെ മുറ്റത്ത് വരിവരിയായി അണിനിരത്തുന്നത്. ജയിൽ സൂപ്രണ്ട് വിചാരണ തടവുകാരെ ഒന്നിച്ച് കാണുകയാണ് പതിവ്. എല്ലാവരും ഒന്ന് നോക്കി കോമൺ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം സൂപ്രണ്ട് പോയി കഴിയുമ്പോഴാണ് സന്ദർശകർക്ക് ഈ പ്രതികളെ കാണാനുള്ള അവസരം കിട്ടുക. പ്രതികളെ കാണാനുള്ള അവസരം സന്ദർശകർക്ക് കിട്ടുന്നത് മിക്കവാറും ആ സന്ദർശകർ ജയിലിലെ ജീവനക്കാർക്ക് കൊടുക്കുന്ന കൈക്കൂലിക്ക് ആസ്പദമായാണ്. കൈക്കൂലി കൊടുക്കാതെ ജയിലിനകത്തുള്ള ഒരാളെ പോലും ജയിൽ അധികാരികൾ സന്ദർശകരെ കാണിക്കത്തില്ല. കൈക്കൂലി എന്തുമാകാം. കിട്ടുന്ന കൈക്കൂലി ജയിലിലെ ജീവനക്കാർ വളരെ സമർത്ഥമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് എല്ലാ ഉദ്യോഗസ്ഥർക്കും കൊടുക്കും. ഈ കൈക്കൂലി കിട്ടുന്നത് ജയിൽ അധികാരികൾക്കാണെങ്കിലും കൈക്കൂലി അവർ മാത്രമല്ല എടുക്കുക. അകത്തുള്ള തടവുകാരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ജയിലിൽ കിടക്കുന്ന ആ തടവ് പുള്ളികളിൽ നിന്ന് ചിലരെ മോണിറ്റർ തസ്തികയിലേക്ക് ഈ ജയിൽ അധികാരികൾ എടുക്കും. അകത്തുള്ള ആളുകളിൽ നിന്ന് കൊള്ളാവുന്ന ഗുണ്ടകളെ നോക്കി തിരഞ്ഞെടുക്കുകയാണ്. ആ ഗുണ്ടകൾ ആ നിമിഷം മുതൽ ഒരു അപ്പർ ഹാൻഡ് ജയിലിനകത്ത് നേടും. അവരാണ് പിന്നീട് ജയിൽ പുള്ളികളെ ഭരിക്കുക. അവന്മാർക്കും ഈ ജയിൽ അധികാരികൾ കൈക്കൂലി കൊടുക്കും. അപ്പൊ കളക്ഷന്റെ ഒരു വിഭാഗം അവന്മാർക്കും ഉണ്ടെന്ന് അർത്ഥം. ഈ കഥ നടക്കുന്ന കാലഘട്ടത്തിൽ ഇതേ ശൈലിയിൽ കൈക്കൂലി കൊടുക്കലും വാങ്ങലുമായി കാര്യങ്ങൾ അങ്ങനെ നടന്നു വരുമ്പോഴാണ്
ഡിസംബർ 23 എത്തുന്നത്. ജയിലിന്റെ ഗേറ്റിന് സമീപത്തായി ഒരു നിരീക്ഷണ ഗോപുരമുണ്ട്. അതിന് 30 അടിയാണ് പൊക്കം. ആ നിരീക്ഷണ ഗോപുരത്തിൽ ഒരു ഗാർഡ് ഇരിപ്പുണ്ട്. പുറത്തൊന്നും വലുതായിട്ട് നിരീക്ഷിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഗോപുരത്തിന്റെ മുകളിൽ കയറിയാൽ അയാളുടെ ജോലി കുറച്ച് മുറുക്കൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള പാൻ പരാഗ് ഉണ്ടാക്കിയെടുക്കലാണ് അയാളുടെ പതിവ്. അയാളെ പാൻ പരാഗൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചിരിക്കും. നിരീക്ഷണം എന്ന് പറയുന്നത് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അയാള് പതിവ് പോലെ തോക്ക് ചാരി വെച്ചിട്ട് കുറച്ച് പാൻ പരാഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോ രാവിലെ 10 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ജയിലിനകത്ത് പതിവ് ഡ്യൂട്ടിക്കായി ഒരു ജയിലർ അകത്തേക്ക് നടക്കുകയാണ്. വിചാരണയ്ക്ക് പോകുന്ന തടവുകാരെ വരിയായി അണിനിരത്താൻ വേണ്ടിയാണ് അയാൾ അകത്തേക്ക് നടക്കുന്നത്. ജയിലിനകത്തുള്ള ഇൻമേറ്റ്സിന് സന്ദർശകരുടെ കയ്യിൽ നിന്ന് പല സാധനങ്ങളും കിട്ടും. കിട്ടുന്ന സാധനങ്ങളിൽ ചിലതൊക്കെ നേരത്തെ നമ്മൾ ആ നിരീക്ഷണ ഗോപുരത്തിൽ ഇരിക്കുന്ന ആ ഗാർഡ് കൈകാര്യം ചെയ്യുന്ന പാൻ പരാഗ് പോലുള്ള ചില സാധനങ്ങളായിരിക്കും. പലതരത്തിലുമുള്ള പുകവലിക്കാനുള്ള സംവിധാനങ്ങൾ, ചവയ്ക്കാനുള്ള സംവിധാനങ്ങൾ, കുടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആരും അറിയാതെ അകത്തേക്ക് കടത്തുന്നതിനാണ് പലപ്പോഴും ഈ ജയിൽ അധികാരികൾക്ക് കമ്മീഷൻ ലഭിക്കുന്നത്. അകത്തേക്ക് കടത്തുന്ന ചില സാധനങ്ങൾ ചില അശ്ലീല മാഗസീനുകളാണ്. അകത്തുള്ള പുരുഷന്മാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് ഈ അശ്ലീല മാഗസീനുകൾ. ജയിലിലേക്ക് വേണ്ടി മാത്രം അത്തരം അശ്ലീല മാഗസീനുകൾ പ്രിന്റ് ചെയ്യുന്ന ആളുകൾ പോലും അക്കാലത്തുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കടത്തി കൊടുക്കുന്നതിന് ജയിലിലെ ആ വാർഡനും ജയിലിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും ഇഷ്ടംപോലെ കാശ് ലഭിക്കും. ജയിലർ അകത്തേക്ക് നടക്കുന്ന ആ സമയത്ത് അനവധി സന്ദർശകർ പല സാധനങ്ങളുമായി ജയിലിൽ എത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങൾ ജയിൽ വാർഡന്റെ സഹായികൾ അതാത് സെല്ലിൽ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സെല്ലിലേക്ക് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്നത് ഒരു ടിഫിനാണ്. ആ ടിഫിൻ കൊണ്ടുവന്ന് ആ സെല്ലിൽ കൊടുക്കുമ്പോൾ അയാൾ ഒന്ന് ചിരിച്ചു. ഹേയ്, നിന്റെ ഭാര്യ ഇന്ന് ശരിക്കും ഭക്ഷണമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ വലിയ ടിഫിൻ ബോക്സ് ആ സെല്ലിലുള്ള ആ ചെറുപ്പക്കാരന് ഹാൻഡ് ഓവർ ചെയ്തത്. ആ ടിഫിൻ ബോക്സ് ആ ചെറുപ്പക്കാരൻ കയ്യിൽ വാങ്ങുമ്പോൾ ആ മുറിയിൽ ഒരു കട്ടിലിൽ വളരെ സുഖമായി ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അവിടെ ഒരു കൂളർ പോലും പ്രവർത്തിക്കുകയാണ്. ബാക്കിയുള്ള മുറികളിലൊക്കെ തിങ്ങിക്കൂടി ആളുകൾ കിടക്കുമ്പോൾ ഇവിടെ വിശാലമായ ഒരു മുറിയാണ് ആ മനുഷ്യന് അലോട്ട് ചെയ്തിരിക്കുന്നത്. ജയിൽ വാർഡന്റെ സഹായി ആ ടിഫിൻ കൊടുത്തിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ കമന്റ് കേട്ടപ്പോൾ ആ കട്ടിലിൽ കിടക്കായിരുന്ന ആ മനുഷ്യൻ ഒന്ന് ചിരിച്ചു. ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനോടായി അയാൾ പറഞ്ഞു, ഇടാ, നിന്റെ ഭാര്യ ഇപ്പൊ ഫേമസ് ആയിരിക്കുകയാണല്ലോ. ആ ടിഫിൻ ബോക്സ് കയ്യിൽ വാങ്ങിയ ചെറുപ്പക്കാരൻ ആ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. ആ ടിഫിൻ ബോക്സ് കയ്യിൽ വാങ്ങിയ ചെറുപ്പക്കാരൻ ആദ്യമായിട്ടാണ് ജയിലിലെത്തുന്നത്. അയാൾ ജയിലിലെത്തി അധികം നാൾ കഴിയുമ്പോൾ തന്നെ അകത്ത് ആ കട്ടിൽ കിടക്കുന്ന ആ മനുഷ്യനുമായി ശരിക്കും അടുപ്പത്തിലായി. അവർ രണ്ടുപേരും കൂടി ജയിൽ കോമ്പൗണ്ടിനകത്ത് അങ്ങനെ നടക്കുമ്പോൾ അവരിൽ നിന്ന് മിനിമം 20 അടിയെങ്കിലും ദൂരത്തുകൂടിയേ ബാക്കി ആരും നടക്കും. കാരണം ആ ചെറുപ്പക്കാരനൊപ്പം നടക്കുന്നത് സാക്ഷാൽ അശോക് മെഹ്തയാണ്. അശോക് മെഹ്ത കൊലക്കുറ്റത്തിനാണ് അകത്ത് കിടക്കുന്നത്. അയാൾ കൊന്നിരിക്കുന്നത് 1-2 ആളുകളെയല്ല, 30 പേരെയാണ് അയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. 30 പേരെ കൊലപ്പെടുത്തിയ അശോക് മെഹ്ത ബീഹാറിലെ അറിയപ്പെടുന്ന ഒരു മാഫിയ തലവൻ കൂടിയാണ്. അയാൾ വിചാരിച്ചാൽ ബീഹാറിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ജയിലിലെ യഥാർത്ഥ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അശോക് മെഹ്ത അല്ലേ എന്നൊരു സംശയം നമുക്കുണ്ടാകും. അശോക് മെഹ്ത ശരിക്കും രാജാവിനെ പോലെയാണ് അയാളുടെ ആ അനുയായിയുമായിട്ട് ആ മുറ്റത്തൂടെയൊക്കെ അങ്ങനെ നടക്കുക. അതുകൊണ്ട് തന്നെ അശോക് മെഹ്തയ്ക്ക് വേണ്ടി അയാളുടെ അനുയായിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നതിൽ ജയിൽ അധികാരികൾക്ക് ഒരു എതിർപ്പുമില്ല. ഈ ഭക്ഷണം ടിഫിൻ ബോക്സിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ജയിലിലെ ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കും. ആദ്യമൊക്കെ തുടർച്ചയായി പരിശോധിച്ചിരുന്നെങ്കിലും പിന്നീട് ആ പരിശോധന ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഈ കഥ നടക്കുന്ന ദിവസം, അതായത് 2001 ഡിസംബർ 23 അങ്ങനെ പരിശോധിക്കാതെയാണ് ആ ടിഫിൻ ബോക്സ് ജയിലിലെ ആ മുറിയിലേക്ക് വരുന്നത്. ടിഫിൻ ബോക്സ് മുറിക്കുള്ളിൽ എത്തിയതും ആ ചെറുപ്പക്കാരൻ ഏറ്റവും മുകളിലത്തെ ഡബ്ബ തുറന്നു. ആ ഡബ്ബയിൽ നിറയെ ലഡുവാണ്. ലഡു കണ്ടതും അയാളുടെ കണ്ണുകൾ അകത്തുള്ള അശോകിന്റെ കണ്ണുകളുമായി ഒന്ന് ഇടഞ്ഞു. അശോക് ഉടൻ തന്നെ എണീറ്റ് ആ ലഡു നിറച്ച പാത്രവുമായി സെല്ലിന് പുറത്തേക്കിറങ്ങിയ അശോക് ആ ലഡുവുമായി ജയിലിലെ സ്റ്റാഫുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു. ഹലോ സാർ, നമ്മുടെ സുഹൃത്തിന്റെ ഭാര്യ ദാ ലഡുവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അശോക് മെഹ്ത ലഡുവുമായി ആ ജയിലിലെ ഉദ്യോഗസ്ഥർ അടുത്ത് വന്നത്. ആ സമയത്ത് ആ ഭാഗത്ത് 4 ജയിൽ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. വാർഡനും അയാളുടെ സഹായികളായ 3 പേരും. വളരെ സന്തോഷത്തോടുകൂടി അശോക് മെഹ്ത അവർക്ക് ആ ലഡു എടുത്തു കൊടുക്കുകയാണ്. ഒരു ലഡു അല്ല, 2-3 എണ്ണം വെച്ച് ഓരോരുത്തർക്കും കൊടുത്തു.
കഴിക്കുന്നത് നല്ല രുചിയല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അശോക് മേത്ത ആ ലഡു എടുത്ത് അവർക്ക് കൊടുക്കുന്നത്. അശോക് മഹത്തയുടെ കയ്യിൽ നിന്ന് ലഡു ലഭിച്ചപ്പോ ആ ജയിൽ ജീവനക്കാർക്ക് ശരിക്കും സന്തോഷം. നല്ല രുചിയായിട്ട് അശോക് മഹത്തയുടെ ആ സുഹൃത്തിന്റെ ഭാര്യ ലഡു ഉണ്ടാക്കുകയും ചെയ്യും. ലഡു കിട്ടിയതും അവന്മാർ ലഡു കഴിച്ചു തുടങ്ങി. ആ ജയിൽ ജീവനക്കാർ ലഡു കഴിക്കുന്നത് നോക്കി നിന്നിട്ട് അശോക് മെഹ്ത്ത സെല്ലിന് നേരെ തിരിച്ചു നടക്കുമ്പോൾ മറ്റ് സെല്ലുകളിലേക്കുള്ള ആളുകളും കോർട്ട് നിൽക്കുന്ന ആളുകളും ഒക്കെ ഏതാണ്ട് കൊതിയോടുകൂടിയാണ് ജയിലിലെ ആ ജീവനക്കാർ ലഡു കഴിക്കുന്നതിനെ നോക്കിക്കാണുന്നത്. അവർക്ക് അശോക് മെഹ്ത്തയുടെ കയ്യിലിരിക്കുന്ന ലഡു കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ അശോക് മെഹ്ത്തയുടെ അടുത്ത് പോകാനുള്ള ധൈര്യം അവന്മാർക്ക് ആർക്കുമില്ല. അശോക് നടന്ന് സെല്ലിലെത്തി. ഈ സമയത്ത് അശോകിന്റെ ആ സെല്ലിലെ ഇൻമേറ്റ് രണ്ടാമത്തെ ബോക്സ് എടുത്ത് പുറത്തു വെച്ചു. ആ ബോക്സ് തുറന്നപ്പോ സകലരുടെ വായിലും വെള്ളം വരത്തക്ക ശൈലിയിലുള്ള കറി വെച്ച മീനിന്റെ ഒരു ഗന്ധം പുറത്തേക്ക് വന്നു. നല്ല രുചിയായിട്ട് മീൻകറി വയ്ക്കാൻ അശോകിന്റെ ആ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് അറിയാം. ആ മീൻ കറിയുടെ ഗന്ധം ഒരു സെല്ലിൽ നിന്ന് മറ്റു സെല്ലിലേക്ക് ഇങ്ങനെ പടരുമ്പോൾ മറ്റു സെല്ലുകളിലുള്ള ജയിൽ പുള്ളികളും ഇപ്പോ മുറ്റത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന വിചാരണ തടവുകാരൊക്കെ ആ ഗന്ധം ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് അശോകിന്റെ സുഹൃത്ത് മൂന്നാമത്തെ ടിഫിൻ ബോക്സ് എടുത്തു. അതിനകത്ത് റൊട്ടിയാ ഉള്ളത്. അയാള് റൊട്ടി എടുക്കുന്നതിനിടയിൽ റൊട്ടിക്കിടയിൽ ഒളിച്ചു വെച്ചിരുന്ന ഒരു .38 പിസ്റ്റളും കൂടി പുറത്തേക്ക് എടുത്തു. അശോക് അയാൾക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് അയാൾ ആ പിസ്റ്റൾ പുറത്തേക്ക് എടുത്തത്. ഒരു നാടൻ പിസ്റ്റളാണ്. അതിന്റെ ഒറിജിനൽ US സ്ത്രീകളൊക്കെ പേഴ്സിൽ കരുതുന്ന സ്മിത്ത് ആൻഡ് വെസ്സന്റെ .38 മോഡലാണ്. ശരിക്കും കയ്യിൽ ഒതുങ്ങുന്ന ഗണ്ണാണ്. ആ മനോഹരമായ ഗണ്ണാണ് ഇപ്പോ അശോകനൊപ്പമുള്ള ആളുടെ കയ്യിലിരിക്കുന്നത്. ആ ചെറുപ്പക്കാരനും അശോകും ആ ഗണ്ണ് പരിശോധിക്കുന്ന ആ സമയത്താണ് ജയിലിന് പുറത്ത് നേരത്തെ നമ്മൾ കണ്ട ആ ടാറ്റയുടെ ആ 407 എത്തുന്നത്. ടാറ്റയുടെ 407 ജയിലിന്റെ ഗേറ്റിന് തൊട്ട് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതും ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഗാർഡ് ആ വാഹനത്തിനെതിരെ നടന്നു വന്നു. ഏയ് എന്താ ഇവിടെ? ഗാർഡ് അങ്ങനെ ചോദിച്ചതും വാഹനത്തിൽ നിന്ന് ഏറ്റവും മുന്നിൽ നിന്ന ആള് പുറത്തിറങ്ങി. അയാൾ ഗാർഡിനോട് പറഞ്ഞു, സാബ് ഞാൻ ജയിലിലെ കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ്, ടോയ്ലറ്റ് നന്നാക്കാനായി എന്നോട് വരാൻ പറഞ്ഞതാണ്, ജീവനക്കാരുമായിട്ട് ഞാൻ വന്നതാണ്. ഗാർഡും ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ആളും തമ്മിലുള്ള സംഭാഷണം സ്റ്റാർട്ട് ചെയ്യുന്ന അതേ നിമിഷത്തിൽ നേരത്തെ ലഡു കഴിച്ച ആ ജയിലിലെ ഉദ്യോഗസ്ഥർ പലരും ഛർദ്ദിച്ചു തുടങ്ങി. ശരിക്കും അവര് രക്തം ഛർദ്ദിക്കുകയാണ്. രക്തം ഛർദ്ദിക്കുന്ന ആ 4 പേരും 2 കൈകൊണ്ടും അവർ തല അമർത്തി പിടിക്കുകയാണ്. ആ ലഡുവിൽ കാര്യമായ അളവിൽ തന്നെ എലിവിഷം ചേർത്തിരിക്കുകയാണ്. നല്ല അളവിലാണ് എലിവിഷം അവരുടെ ഉള്ളിൽ ചെന്നത്. എലിവിഷം ഉള്ളിൽ ചെന്നപ്പോ തല പെരുക്ക് പോലുള്ള വേദനയും ശരിക്കും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയും ആ 4 പേർക്കുണ്ടായി. അതിന്റെ ഫലമായിട്ട് 4 പേരും ഛർദ്ദിൽ തുടങ്ങി. രക്തമാണ് ഛർദ്ദിക്കുന്നത്. ഛർദ്ദിച്ച് ആ 4 പേരും തറയിലേക്ക് വീണു. ഈ നിമിഷത്തിലാണ് ഗാർഡ് ആ 407 പുറത്തിറങ്ങിയ മനുഷ്യരോട് പറഞ്ഞത്, അതെ ഞാൻ നിങ്ങളുടെ വാഹനം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഗാർഡ് വാഹനം ചെക്ക് ചെയ്യാനായി വാഹനത്തിന് അടുത്തേക്ക് നടക്കുന്നത് കണ്ടതും ഗേറ്റിന് അടുത്ത് നിന്ന് ഒരാൾ ഗാർഡിനെ വിളിച്ചു. ഏയ് അവർ നമ്മളെ ടോയ്ലറ്റ് ചെക്ക് ചെയ്യാൻ വന്നതല്ലേ, ടോയ്ലറ്റ് ആകെ നാശമായി കിടക്കുകയാണ്, അവരെ അകത്തേക്ക് അടച്ചുവിടും. പറഞ്ഞത് അസിസ്റ്റന്റ് ജയിലറാണ്. അസിസ്റ്റന്റ് ജയിലർ ജയിലിനകത്ത് നിന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞതും ഗാർഡ് തിരിച്ച് ഗേറ്റിന് നേരെ നടന്നു. ഗേറ്റിന് അടുത്തെത്തി അയാൾ ഗേറ്റ് മലർക്കെ തുറക്കുകയാണ്. ഈ സമയത്ത് ആ ട്രക്കിൽ നിന്നിറങ്ങിയ മനുഷ്യൻ അകത്തുള്ള ആളുകളോട് പറഞ്ഞു, ഏയ് നിങ്ങൾ പണിയായുധങ്ങളുമായി താഴെ ഇറങ്ങി. കേൾക്കേണ്ട താമസം ആ 407 നിന്ന് കുറെ ചെറുപ്പക്കാർ താഴേക്ക് ചാടി. താഴേക്ക് ചാടിയ അവരുടെ ഷർട്ട് ഏതാണ്ട് പൊങ്ങി നിൽക്കുകയാണ്. ഷർട്ടിനകത്താണ് അവർ പണിയായുധം വെച്ചിരിക്കുന്നതെന്ന് അർത്ഥം. ആ ഷർട്ടിനകത്തിരിക്കുന്ന പണിയായുധങ്ങളുമായി അവന്മാർ ട്രക്കിന് പുറത്തേക്ക് ചാടിയ നിമിഷത്തിൽ ആ ട്രക്കിലെ ആ ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആള് ഗേറ്റിന് നേരെ നടന്നു വരികയാണ്. ഗേറ്റിന് നേരെ നടന്നു വരുന്ന ആ ലീഡറുടെ കണ്ണുകൾ അസിസ്റ്റന്റ് ജയിലറുടെ കണ്ണുമായി ഒന്ന് കൂട്ടിമുട്ടി. ആ നിമിഷത്തിൽ ആ അസിസ്റ്റന്റ് ജയിലറുടെ കണ്ണിൽ ഒരു തിളക്കമുണ്ടായി. അയാൾ ഉടൻ തന്നെ ജയിലിനകത്തേക്ക് നടന്നു. അയാളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. അയാൾക്ക് പാറ്റ്നയിൽ ടൗണിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ശരിക്കും താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം പറഞ്ഞൊരു നേതാവ് ആ ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കാനുള്ള അഡ്വാൻസ് സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അസിസ്റ്റന്റ് ജയിലർ ആ വാഹനത്തിൽ വന്ന ആളുകളെ അകത്തേക്ക് കടത്തിവിടാനുള്ള അനുവാദം കൊടുക്കുന്നത്. അസിസ്റ്റന്റ് ജയിലർ അകത്തേക്ക് മൂവ് ചെയ്തതും വാഹനത്തിൽ വന്ന ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളും ബാക്കിയുള്ള ആളുകളും ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഗേറ്റിന് നേരെ നടന്നു തുടങ്ങി. 407 ചാടി ഇറങ്ങിയ ആ ചെറുപ്പക്കാർ മുന്നോട്ട് 6-7 സ്റ്റെപ്പ് നടന്നു കാണും. ഈ സമയത്ത് ജയിലിന്റെ ഗേറ്റിന് കാവൽ നിൽക്കുന്ന രണ്ടാമത്തെ ഗാർഡിന് എന്തോ ഒരു അസ്വാഭാവികത ആ 407
ഇറങ്ങി മുന്നോട്ട് വരുന്ന ആളുകളിൽ തോന്നുകയാണ്. അവരുടെ ഷർട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. കാരണം അവൻ പെട്ടെന്ന് അവന്റെ ഗണ്ണ് വലിച്ചെടുത്തതും ആ ഗാങ്സ്റ്റേഴ്സ് ആ ഗാർഡിന് നേരെ നിറയൊഴിച്ചതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും സീസൺഡ് ക്രിമിനൽസ് ആയതുകൊണ്ട് തന്നെ നേരെ എതിർഭാഗത്തുള്ള ആളുടെ മൈൻഡ് മാറുന്നത് അവർക്ക് വേഗം വായിച്ചെടുക്കാൻ പറ്റും. 407 പരിശോധിക്കാൻ വന്ന ആ ഗാർഡും തോക്കെടുക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ ഗാർഡും വെടിയേറ്റ് താഴെ വീണു. AK-47 ഉപയോഗിച്ചാണ് ആ ഗാങ്സ്റ്റേഴ്സ് ആ ഗാർഡുകൾക്ക് നേരെ നിറയൊഴിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ശബ്ദം ജയിലിന്റെ അകത്ത് കേട്ടു. ജയിലിന്റെ ഗേറ്റിന് സമീപത്ത് വെടിശബ്ദം കേട്ട ജയിലറും രണ്ട് സഹായികളും അവരവരുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടിയിറങ്ങിയതും അവർ കാണുന്നത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അയാളുടെ സഹായികളായ 4 ജയിൽ ഉദ്യോഗസ്ഥർ രക്തം ഛർദ്ദിച്ച് തറയിൽ കിടക്കുന്നതാണ് ആ സമയത്ത് ജയിലർ കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ഒരു പിടിയുമില്ല. ഗേറ്റിന്റെ ഭാഗത്ത് വെടിയുടെ ശബ്ദം കേട്ടു. ഇതാ തൊട്ടു മുന്നിൽ 4 ജയിൽ ഉദ്യോഗസ്ഥർ രക്തം ഛർദ്ദിച്ച് താഴെ കിടക്കുകയാണ്. തറയിൽ വീണ് കിടക്കുന്ന സഹപ്രവർത്തകരെ നോക്കി ജയിലർ പെട്ടെന്ന് തിരിഞ്ഞ് ഗേറ്റിന് നേരെ നോക്കുമ്പോൾ കാണുന്നത് AK-47കളുമായി അനവധി ആളുകൾ അകത്തേക്ക് കടന്നു വരുന്നതാണ്. അകത്തേക്ക് കടന്നു വരുന്ന ആ ആളുകളെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സ്ഥലം കീഴടക്കിന് ശേഷം ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ജനറൽ കടന്നു വരും. അതേ മൈൻഡ് സെറ്റിലാണ് ആ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന അയാൾ നടന്നു വരുന്നത്. ആ കാഴ്ച കണ്ട ജയിലറും അയാൾക്കൊപ്പമുള്ള ആ 2 ഉദ്യോഗസ്ഥരും ശരിക്കും വിറച്ചുപോയി എന്ന് പറയാം. ജയിലർക്കൊപ്പമുള്ള ആ 2 ജയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിലും .303 റൈഫിളുകൾ ഉണ്ട്. പക്ഷേ അവരെ എതിരിടേണ്ടത് AK-47മായി വരുന്ന ആ ഗാങ്സ്റ്റേഴ്സിനെയാണ്. AK-47മായി വരുന്ന ഗാങ്സ്റ്റേഴ്സ് വെറുതെ ആ തോക്കുമായി അകത്തേക്ക് വന്നതല്ല, അവർ നിറയൊഴിച്ചുകൊണ്ടാണ് വരുന്നത്. ജയിലിലെ ആ ജയിലറേയും അയാളുടെ സഹായികളെയും കണ്ടപ്പോൾ ആ ഭാഗത്തേക്ക് തന്നെ അവർ നിറയൊഴിച്ചു. വെടിയുണ്ടകൾ തുരുതുര അവർക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും ആ മൂവർ സംഘം എവിടെയെങ്കിലും ഒളിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ആ ഗ്രൗണ്ടിൽ ഉയർത്തിക്കെട്ടിരിക്കുന്ന ഒരു സ്റ്റേജിന്റെ പീഠം ശ്രദ്ധയപ്പെടുന്നത്. അത്യാവശ്യം ഫംഗ്ഷൻ നടത്താൻ വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഓപ്പൺ സ്റ്റേജാണ്. ഓപ്പൺ സ്റ്റേജിന്റെ ഒരു വശത്ത് അതിൽ ഒരാൾ കയറി ഒളിച്ചു. ഒരു സെൻട്രി ശരിക്കും ബുദ്ധിപൂർവ്വം ഓഫീസിനുള്ളിലേക്ക് ഇഴഞ്ഞു കയറി. അയാൾ അതിവേഗം ഇഴഞ്ഞു കയറിയത് കൊണ്ടാണ് വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇഴഞ്ഞു കയറി അയാൾ അവിടെയുള്ള അലാറം ബെൽ ആഞ്ഞമർത്തി. പക്ഷെ കഷ്ടകാലത്തിന് ആ അലാറം ശബ്ദിച്ചില്ല. അലാറം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അവർ കൂടെ ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് സമയത്ത് അത് വർക്ക് ചെയ്തില്ല എന്നർത്ഥം. ഇതിനിടയിൽ വെടിയേറ്റ് ജയിലിൽ താഴെ വീണു. ജയിലിനകത്തുള്ള വെടിവെപ്പിന്റെ ശബ്ദം തൊട്ട് സമീപത്തുള്ള മൈനിൽ വർക്ക് ചെയ്യായിരുന്ന ജോലിക്കാർ കേൾക്കുന്നത് ഈ സമയത്താണ്. ജയിലിനകത്തുനിന്ന് വെടിശബ്ദം കേട്ടതും ആ മൈനിനകത്തുണ്ടായിരുന്ന ജോലിക്കാരിൽ ചിലർ അവരുടെ ഓഫീസ് നേരെ ഓടി. റിപ്പോർട്ട് ചെയ്യാനാണ് ജോലിക്കാർ അങ്ങോട്ട് ഓടിയത്. അശോക് മഹത്തോ ജയിലിന്റെ പൂർണ്ണ ചിത്രം അകത്തേക്ക് വന്ന ആ ടീമിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ജയിലിൽ എത്ര ജീവനക്കാരുണ്ടാകുമെന്നും അവരുടെ രീതികൾ എന്തൊക്കെയാണെന്നും അവരെവിടെയൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഈ ലീഡർക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് അറിയാം. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അയാൾ ജയിലിനകത്തേക്ക് ഇപ്പോൾ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഒരു തരത്തിലുള്ള ശല്യം ഉണ്ടാകാത്തതിൽ ആ ലീഡർക്ക് ശരിക്കും സന്തോഷമുണ്ട്. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നിരിക്കുകയാണ്. ഇനി അയാളുടെ ജോലി അശോക് മഹത്തയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അശോക് മഹത്തയെ മാത്രമല്ല അയാൾക്ക് രക്ഷിക്കാനുള്ളത്. അശോക് മഹത്തയുടെ ഗ്യാങ്ങിലെ വേറെയും ആളുകൾ ആ പ്രിസണിലുണ്ട്. അവരെയും കൂടി രക്ഷപ്പെടുത്തണം. അശോക് മഹത്ത ഈ ജയിൽ ബ്രേക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് 2 മാസമായി. വളരെ ശ്രദ്ധാപൂർവമാണ് അയാൾ ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും അശോക് മെഹ്തയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം എത്തിക്കുന്ന പരിപാടി അയാൾ ആരംഭിച്ചിട്ടും ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഭക്ഷണം കൊണ്ടുവന്നു തുടങ്ങിയ ആ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും ഭക്ഷണം ഗാർഡുകൾ കൃത്യമായി പരിശോധിക്കുമായിരുന്നു. പക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ ആ പരിശോധന അവസാനിക്കുമെന്ന് അശോക് മെഹ്തയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ഗാർഡുകൾ ഭക്ഷണം പരിശോധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അയാൾ പുറത്തുള്ള ആളുകൾക്ക് ജയിലിലേക്ക് ഇടിച്ചു കയറാനുള്ള അനുവാദം കൊടുത്തത്. പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നിരിക്കുന്നു മനസ്സിലായപ്പോൾ ആ 407 വന്ന റസ്സാൻ എന്ന ആ ലീഡർക്ക്
ശരിക്കും അയാളുടെ പ്ലാൻ വർക്കൗട്ട് ആയതിൽ വല്ലത്തൊരു അഭിമാനം തോന്നിയ ആ നിമിഷത്തിലാണ് അയാൾ ഒരു കാഴ്ച കണ്ടത്. അയാളുടെ കൂടെയുള്ള മുകേഷ് കുമാർ വേദന കൊണ്ട് കയ്യിൽ അമർത്തി പിടിക്കുന്നത്. ആ കയ്യിൽ നിന്ന് രക്തം ധാരധാരയെ ഒഴുകുകയാണ്. ആ കാഴ്ച കണ്ടതും റുസ്തത്തിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി മനസ്സിലായി. മുകേഷ് കുമാറിന് വെടിയേറ്റിരിക്കുകയാണ്. ആരോ അവർക്ക് നേരെ നിറയൊഴിക്കുകയാണ്. പെട്ടെന്ന് റുസ്തം തിരിഞ്ഞ് ചുറ്റും ഒന്ന് നിരീക്ഷിച്ചു. എവിടെ നിന്നാണ് വെടിയുണ്ട വരുന്നതെന്നാണ് അയാൾ നോക്കുന്നത്. ചുറ്റും നോക്കിയതും റുസ്തം ആ കാഴ്ച കണ്ടു. ആ വാച്ച് ടവറിന്റെ മുകളിൽ നിന്ന് ഗാർഡ് അവർക്ക് നേരെ എയിം ചെയ്യുന്നത്. ആ ടവറിന്റെ പൊക്കം ആ ഗാർഡിന് ഒരു വല്ലാത്ത അഡ്വാൻറ്റേജ് നൽകുകയാണ്. 30 അടി പൊക്കമുള്ള ആ ടവറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് കൃത്യമായി എയിം ചെയ്ത് വെടിവെക്കാൻ ആ ഗാർഡിന് സിമ്പിളായിട്ട് പറ്റും. അശോക് മെഹ്തയും അയാൾക്കൊപ്പമുള്ള ആളുകളും അവരുടെ സെല്ലിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ആ ഗാർഡിന് അവരെ എയിം ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അശോക് മെഹ്തയ്ക്കോ അയാളുടെ കൂടെയുള്ള ആൾക്കാർക്കോ ആ ഗണ്ണിനെ കബളിപ്പിക്കാൻ പറ്റില്ലെന്നാണ്. അത് മനസ്സിലായതും റസ്തം ആ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിന്റെ വശത്തേക്ക് ഓടി. ആ പ്ലാറ്റ്ഫോമിന്റെ താഴേക്ക് കുനിഞ്ഞ റസ്തത്തിനെ ഇപ്പോ ഗാർഡിന് നേരിട്ട് വെടിവെക്കാൻ പറ്റില്ല. ആ പ്ലാറ്റ്ഫോമിന്റെ താഴേക്ക് കുനിഞ്ഞ റസ്തം മറുഭാഗത്ത് സെല്ലിന്റെ സൈഡിൽ നിൽക്കുന്ന അശോക് മെഹ്തയ്ക്ക് ഒരു സിഗ്നൽ കൊടുത്തു. റസ്തം അയാളുടെ ചൂണ്ടുവിരല് ടവറിന് നേരെ ചൂണ്ടി അശോക് മെഹ്തയ്ക്ക് മുകളിൽ ഗാർഡ് ഉണ്ടെന്നുള്ള സൂചന കൊടുക്കുകയാണ്. വെടിയുടെ ശബ്ദം ആ ജയിലിനകത്തുള്ള മുഴുവൻ തടവുപുള്ളികളും കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ജയിലിനകത്തേക്ക് AK-47 റസ്തവും കൂട്ടരും ഇരച്ചു കയറിയ നിമിഷം മുതൽ അവർ വെടിശബ്ദം കേട്ടു തുടങ്ങിയതാണ്. അപ്പോഴാണ് ടവറിന്റെ മുകളിൽ നിന്നുള്ള ഒരു വെടിയുടെ ശബ്ദവും അവർ കേട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആ ഫയറിങ്ങിനിടയിൽ പെടാതിരിക്കാൻ സകലരും ജയിലുകളിലെ ചുവരിനകത്തേക്ക് പതുങ്ങിയാണ്. ആരും അവരവരുടെ ഗ്രില്ലിനടുത്തേക്ക് പോലും എത്തി നോക്കുന്നില്ല. അബദ്ധവശാൽ വെടിയുണ്ട ഗ്രില്ലിന് നേരെ വന്നാൽ അവർ കൊല്ലപ്പെടുമെന്ന് അവർക്കറിയാം. പക്ഷേ രക്ഷപ്പെടാനുള്ള പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്ന അശോക് മെഹ്തയും അവരുടെ കൂടെയുള്ള മറ്റാളുകളൊക്കെ സെല്ലിന് പുറത്ത് ഇറങ്ങുമ്പോഴാണ് മുകളിലുള്ള ഗാർഡിനെ റസ്തം വിരല് ചൂണ്ടി കാണിക്കുന്നത്. റസ്തവും അയാളുടെ കൂടെയുള്ള ആളുകളും ഇപ്പോ ആ പ്ലാറ്റ്ഫോമിന്റെ ചുവട്ടിൽ കുനിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ആ ഗാർഡിനെ വെടിവെക്കണമെങ്കിൽ അവിടെ നിന്ന് അവരെ എണീറ്റാലേ പറ്റൂ. അവരെണീറ്റാൽ ആ നിമിഷത്തിൽ അവരുടെ പുറത്ത് വെടിവീഴും. അതാണ് കണ്ടീഷൻ. ഗാർഡ് നിൽക്കുന്നത് അത്രയേറെ സ്ട്രാറ്റജിക്കായ ഒരു പൊസിഷനിലാണ്. ജയിലിലെ ഗോപുരങ്ങൾ നിർമ്മിക്കുന്നത് അത് കണക്കാക്കി തന്നെയാണ്. അവിടെ നിൽക്കുന്ന ഗാർഡിന് ജയിലിനകവും പുറവും ഒരുപോലെ നിരീക്ഷിക്കാനും വേണ്ടി വന്നാൽ അറ്റാക്ക് ചെയ്യാനും പറ്റണം. ആ ഗാർഡ് ശരിക്കും ഒരു ഷാർപ്പ് ഷൂട്ടർ ആണെങ്കിൽ റസ്തത്തിനും കൂട്ടർക്കും ഒരു കാരണവശാലും അയാളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. റസ്തവും കൂട്ടരും ആ ഗ്രൗണ്ടിലെ ആ പ്ലാറ്റ്ഫോമിന്റെ വശത്ത് ഒളിച്ചു നിന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ആ നിമിഷത്തിൽ അശോക് മെഹ്തയുടെ അടുത്തുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ റൊട്ടിക്കിടയിൽ ഒളിച്ചു വെച്ചിരുന്ന ആ പിസ്റ്റൾ ഇപ്പോ കയ്യിലെടുത്തു കഴിഞ്ഞു. പിസ്റ്റൾ കയ്യിലെടുത്ത ആ ചെറുപ്പക്കാരൻ അശോക് മെഹ്ത നോക്കുമ്പോൾ സെല്ലിന് അടുത്തുകൂടി ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ്. റസ്തവും കൂട്ടരും ആ സ്റ്റേജിന് വേണ്ടി കെട്ടിയ ആ പ്ലാറ്റ്ഫോമിന്റെ അടുത്ത് കുനിഞ്ഞിരുന്ന് മുകളിലുള്ള ഗാർഡിനെ നോക്കുമ്പോൾ അവർക്ക് കാണാം ആ കാഴ്ച. മറുഭാഗത്ത് അശോക് മെഹ്തയുടെ അടുത്തുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ തറയിലൂടെ തോക്കുമായി ഇഴയുന്നത്. ഈ കാഴ്ച മറ്റ് സെല്ലുകളിലുള്ള ആളുകളും ഒക്കെ കാണുന്നുണ്ട്. ആ ചെറുപ്പക്കാരനെ അശോക് കളിയാക്കി വിളിക്കുക ഹോർലിക്സ് എന്നാണ്. ഹോർലിക്സ് പലപ്പോഴും അവന്റെ ഭാര്യയോട് വീട്ടിൽ നിന്ന് ഹോർലിക്സ് കൊണ്ടുവരാൻ ആവശ്യപ്പെടാറുണ്ട്. അവൻ ആദ്യമായിട്ടാണ് ജയിലിലാകുന്നത് തന്നെ. ഹോർലിക്സ് ബോയ് എന്ന് വിളിച്ച് ആളുകളൊക്കെ കളിയാക്കുന്ന ആ ചെറുപ്പക്കാരൻ കയ്യിൽ തോക്കുമായി ഇഴഞ്ഞ് ആ വാച്ച് ടവറിന് സമീപമെത്തി. വാച്ച് ടവറിലെ വാതിലിന് സമീപത്ത് ഇഴഞ്ഞെത്തിയ ചെറുപ്പക്കാരൻ സാവധാനം ആ വാച്ച് ടവറിലെ വാതിൽ ഒന്ന് തള്ളി. കിരികിരി ശബ്ദത്തോടെ വാതിൽ അകത്തേക്ക് തുറക്കുമ്പോൾ മുകളിലെ ഗാർഡ് ഇതറിയാതെ ഇപ്പോഴും ആ പ്ലാറ്റ്ഫോമിനെ എയിം ചെയ്യുകയാണ്. പ്ലാറ്റ്ഫോമിന്റെ മറുഭാഗത്ത് ഒളിച്ചിരിക്കുന്നവർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ അവരെ വെടിവെക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. അയാൾക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. ഇപ്പോ എന്തായാലും ആ ജയിലിൽ ഒരു ആക്രമണം നടക്കുന്ന വിവരം മേലധികാരികൾ അറിഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അയാളെ സഹായിക്കാനായി ഉടൻ തന്നെ പോലീസ് എത്തും. അതുവരെ ജയിലിനകത്ത് കടന്നിരിക്കുന്ന ആ തോക്കുധാരികളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ആ ഗാർഡിന്റെ ദൗത്യം. ഈ സമയത്ത് ജയിലിന് സമീപത്ത് ആ
മൈനിൽ ശബ്ദം കേട്ട ആ ചെറുപ്പക്കാർ ഓടി അവിടെ ഓഫീസിലെത്തി. ആ ഓഫീസിൽ നിന്ന് വിവരം പോലീസിനെ അറിയിച്ചു. നവാഡ ജയിൽ ആക്രമിക്കപ്പെട്ട വിവരം പോലീസ് അറിഞ്ഞ അതേ നിമിഷത്തിലാണ് ആ ഹോർലിക്സ് ബോയ് ആ വാച്ച് ടവറിനകത്തേക്ക് കയറുന്നത്. വാച്ച് ടവറിനകത്തേക്ക് കയറിയ ആ ഹോർലിക്സ് ബോയ് സാവധാനം ആ സ്റ്റെപ്പുകൾ കയറി തുടങ്ങുകയാണ്. ഇപ്പോ ജയിലിനകത്ത് പൂർണ്ണ നിശബ്ദതയാണ്. മുകളിൽ വാച്ച് ടവറിൽ നിൽക്കുന്ന ആ ഗാർഡ് താഴ്ന്ന് ഒരാൾ മുകളിലേക്ക് കയറി വരുന്നത് കണ്ടിട്ടില്ല. അയാളുടെ ഗണ്ണ് ആ സ്റ്റേജിന് നേരെ തന്നെ പിടിച്ചിരിക്കുകയാണ്. ആ ഭാഗത്തുനിന്ന് ഒരു അനക്കമുണ്ടായാൽ ആ നിമിഷം വെടിവെക്കണം. അതാണ് അയാളുടെ ടാർഗറ്റ്. ഈ സമയത്ത് ഗ്രൗണ്ടിന്റെ അപ്പുറത്തുള്ള സെല്ലുകളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അങ്ങനെ ഗ്രൗണ്ടിലേക്കും ടവറിലേക്കും ഒക്കെ നോക്കുകയാണ്. ടവർ അവർക്ക് എല്ലാവർക്കും കൃത്യമായി കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഗ്രൗണ്ടിലുള്ള റസത്തിനൊപ്പമുള്ള ആൾക്കാർക്കും ആ ടവറിൽ നിൽക്കുന്ന ഗാർഡിനെ കൃത്യമായി കാണാം. ഈ സമയത്ത് ആ ഹോർലിക്സ് ബോയ് സ്റ്റെപ്പുകൾ കയറി ആ ടവറിന്റെ ഏറ്റവും മുകളിലെത്തി. ഗാർഡ് താഴെ ഗ്രൗണ്ടിലുള്ള ആ AK-47 തോക്കുധാരികളെ അയാളുടെ ആ ഗൺ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അയാളുടെ ശ്രദ്ധ പൂർണ്ണമായും താഴത്തെ ഗ്രൗണ്ടിലാണ്. ആ നിമിഷത്തിലാണ് ഒരു ഗണ്ണിന്റെ സേഫ്റ്റി ലോഞ്ച് വലിക്കുന്ന ശബ്ദം അയാൾ കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അയാൾക്ക് തിരിയാൻ പറ്റുന്നതിന് മുമ്പ് ആ റിവോൾവറിലെ ട്രിഗറിൽ ആ ഹോർലിക്സ് ബോയ് വിരലമർത്തിയിരുന്നു. ശരിക്കും പോയിന്റ് ബ്ലാങ്കിൽ എന്ന് പറയാൻ കഴിയുന്ന ശൈലിയിലാണ് ഹോർലിക്സ് ബോയ് ആ ഗാർഡിനെ വെടിവെച്ചത്. ഗാർഡിന്റെ തലയിൽ തന്നെ വെടിയേറ്റ് ഗാർഡ് ആ വാച്ച് ടവറിന്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് പതിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ തോക്കുപയോഗിച്ച് വെടിവെക്കുന്നത്. പക്ഷെ അസാമാന്യമായ കൃത്യതയോടുകൂടി ആ ചെറുപ്പക്കാരൻ ആ ഗാർഡിന്റെ തലയിൽ തന്നെ വെടിവെച്ച് കൊള്ളിക്കുകയായിരുന്നു. ഗാർഡ് താഴേക്ക് വീഴുന്നത് റസ്സും കൂട്ടരും കണ്ടു. അവർ പെട്ടെന്ന് ചാടി എണീറ്റു. ബാക്കി കാര്യങ്ങൾ അതിവേഗം നടക്കുകയാണ്. അശോക് മെഹ്തയ്ക്കൊപ്പം രക്ഷപ്പെടുത്തേണ്ട ആളുകളെ കൂടി റസ്സം കളക്ട് ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് പോയപ്പോഴാണ് വാച്ച് ടവറിൽ നിന്ന് ആ ഹോർലിക്സ് ബോയ് ഇറങ്ങി താഴെ എത്തിയത്. അവനെ കണ്ടതും അശോക് ഓടി അവന്റെ അടുത്ത് വന്നു. ഇടാ, നീ ഈ നാട് വിറപ്പിക്കാനായി ജനിച്ചവനാണ്. അങ്ങനെ പറഞ്ഞിട്ട് അശോക് അവന്റെ ഷോൾഡർ ഒന്ന് തട്ടിയിട്ട് അവന്റെ കയ്യിലിരുന്ന ഗണ്ണ് കയ്യിൽ വാങ്ങിച്ചു. ആ ഗണ്ണുമായി അശോക് ഓടിയത് ടോയ്ലറ്റിന് നേരെയാണ്. ടോയ്ലറ്റിന് നേരെ അശോക് ഓടുമ്പോൾ അയാൾക്കൊപ്പമുള്ള ആളുകൾ അമ്പരപ്പോടെ അശോക് നോക്കുകയാണ്. എന്താണ് സംഭവം എന്ന് അവർക്കൊരു പിടിയില്ല. ടോയ്ലറ്റിൽ ഓടിയെത്തിയ അശോക് അവിടെ അടഞ്ഞു കിടന്നിരുന്ന ഒരു വാതിൽ ചവിട്ടി തുറന്നു. വാതിൽ ചവിട്ടി തുറക്കുമ്പോൾ അതിനകത്ത് അസിസ്റ്റന്റ് ജയിലറുണ്ട്. അയാളുടെ നേരെ ആ തോക്ക് ചൂണ്ടിയ അശോക് അയാളോട് പറഞ്ഞു, നിന്റെ ഫ്ലാറ്റിന്റെ ഇൻസ്റ്റാൾമെന്റ് ദാ ഇങ്ങനെയാ തരുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അശോക് അയാൾക്ക് നേരെ നിറയൊഴിച്ചു. വെടിയേറ്റ ആ അസിസ്റ്റന്റ് ജയിലർ മുന്നോട്ട് കുനിഞ്ഞു വീണതും അശോക് റസ്തുവും ടീമും നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഓടി. അടുത്ത നിമിഷത്തിൽ തന്നെ ആ ടീം പുറത്തേക്ക് ഓടി. അവർ വന്ന ആ 407 കടന്നു. അശോകിനൊപ്പം 7 പേര് കൂടി ഓടി കയറിയിട്ടുണ്ട്. അശോക് മഹത്തോ എന്ന ബീഹാർ കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ കൊലയാളി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന വാർത്ത ആ നിമിഷത്തിൽ തന്നെ സകലരും അറിഞ്ഞു. ജയിലിന് മുന്നിൽ റെഡിയായി നിൽക്കുകയായിരുന്ന 407 റസ്തവും അശോക് മഹത്തയും ടീമും കയറുന്നതും ആ വാഹനം അതിവേഗം അവിടെ നിന്ന് കുതിച്ചു. വിവരമറിഞ്ഞതും പോലീസ് അശോക് മെഹ്തയും ടീമും രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അടയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. അശോക് മെഹ്ത 2000 ജൂലൈ 11 നടത്തിയ ഒരു കൂട്ടക്കൊല സകല ആളുകളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുമ്പോഴാണ് ഈ ജയിൽ ചാട്ടം ഉണ്ടാകുന്നത്. 2000 ജൂലൈ 11 അശോക് മെഹ്ത കറുത്ത വേഷം ധരിച്ച 100ഓളം കമാൻഡോസുമായിട്ട് സ്വതന്ത്ര MLA അരുണ ദേവിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറിയ ആ രംഗം ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അരുണ ദേവിയുടെ ഭർത്താവ് അഖിലേഷ് സിംഗും അശോക് മെഹ്തയും 2 സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. 2 പേരും മാഫിയ ഡോണുകളാണ്. അവർ തമ്മിലുള്ള കുടിപ്പക ബീഹാറിലെ സകലർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ തമ്മിലുള്ള കുടിപ്പക കത്തി നിൽക്കുമ്പോഴാണ് 100ഓളം കമാൻഡോസുമായിട്ട് അശോക് മെഹ്ത അഖിലേഷിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നത്. ആ വീട്ടിലേക്ക് പാഞ്ഞു കയറിയ ആ 100ഓളം കമാൻഡോസ് കണ്ണി കണ്ട സകല ആളുകളെയും ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. കയ്യിലുള്ള വാളുകൾ ഉപയോഗിച്ച് കണ്ണി കാണുന്ന ആളുകളെ മുഴുവൻ വെട്ടി വീഴ്ത്തുകയായിരുന്നു. 4 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ പോലും അവർ വെറുതെ വിട്ടില്ല. അവളുടെ കഴുത്തും വെട്ടിമുറിച്ചു. MLA ക്രൂരമായി കൊല്ലപ്പെട്ടു. ഈ സംഭവം ബീഹാറിനെ ആകെ പിടിച്ചു കുലുക്കിയതാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അശോക് മെഹ്ത അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ അശോക് മെഹ്തയാണ്
ഇപ്പൊ ഇതാ നവാഡ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസ് അവരുടെ സർവ്വസന്നാഹവുമായി അശോക് മെഹ്തയെ പിടിക്കാൻ ഇറങ്ങി. പോലീസ് തങ്ങളുടെ പുറകെ ഉണ്ടെന്ന് അറിയാവുന്ന അശോക് മെഹ്തയും ടീമും രക്ഷപ്പെടാനുള്ള ആ ഓട്ടത്തിനിടയിൽ അവരുടെ ആ 407 ഫുട്പാത്തിലേക്ക് ഓടിക്കേറി അനവധി ആളുകളുടെ പുറത്തിടിച്ചു. ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി വാഹനം സ്ട്രക്കായി പോയതും ആ വാഹനത്തിൽ നിന്നിറങ്ങിയ ആ 8 അംഗ ടീം മറ്റൊരു വാഹനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അവർ പോകുന്ന വഴി ഏതാണ്ട് ഗണിച്ചെടുത്ത പോലീസ് കൃത്യമായിട്ടും അവരുടെ വാഹനം കണ്ടുപിടിച്ചു. വനത്തിന് സമീപത്ത് തട്ടിയെടുക്കപ്പെട്ട കാറ് ഉപേക്ഷിക്കപ്പെട്ടതായിട്ടാണ് പോലീസ് കണ്ടത്. പോലീസിന് അവർ രക്ഷപ്പെട്ടിരിക്കുന്ന സ്ഥലം കൃത്യമായി മനസ്സിലായി. കാറ് ഉപേക്ഷിക്കപ്പെട്ടതിന് സമീപത്ത് വനമാണ്. വനത്തിനകത്തേക്ക് അശോക് മെഹ്തയും ടീമും കടന്നിരിക്കുകയാണ്. സായുധധാരികളെ പോലീസും വനത്തിനകത്തേക്ക് കടന്നു. ഒരു കാരണവശാലും അശോക് മെഹ്തയും ടീമിനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചു ഉറച്ചു തന്നെയാണ് സായുധ പോലീസ് വനത്തിനകത്തേക്ക് കടന്നത്. വനത്തിനകത്തേക്ക് കടന്ന പോലീസും വനത്തിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന അശോക് മെഹ്തയുടെ ടീമിൽ തമ്മിൽ ഒരു സംഘടന നടക്കുന്നത് ആ രാത്രി തന്നെയാണ്. ആ സംഘടനത്തിൽ അശോക് മെഹ്തയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 3 ആളുകളെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി. 3 ആളുകളെ വെടിവെച്ച് വീഴ്ത്താൻ പോലീസിന് പറ്റിയെങ്കിലും അശോക് മെഹ്തയും ആ ഹോർലിക്സ് ബോയും ബാക്കി 3 ആളുകളും പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട അശോക് മെഹ്ത പിന്നീട് ബീഹാറിനെ വിറപ്പിച്ച ഒരു മാഫിയ രാജാവായി മാറുകയായിരുന്നു. ആ മാഫിയ രാജാവിനെ പിടികൂടാനായി പോലീസ് സമാനതകളില്ലാത്ത ഒരു വേട്ടയാണ് നടത്തിയത്. ആ വേട്ടയുടെ കഥയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സമാനതകളില്ലാത്ത ഒരു ജയിൽ ചാട്ടത്തിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.